തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കാണുന്നത്. ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഒരുപോലെ എതിർക്കും. അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. ഇപ്പോൾ SDPI UDF-ന് നൽകിയിരിക്കുന്ന പിന്തുണയെ ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത്. വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം. എല്ലാ ജനവിഭാഗങ്ങളും UDF-ന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്, ഈ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ SDPIയുടെ പിന്തുണയും കാണുന്നത്. മുഖ്യമന്ത്രിയും BJP-യും തമ്മിൽ വീണ്ടും ഒക്കെ ചങ്ങായിമാരായി മാറിയിരിക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെന്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJP-ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. BJP-യെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. ചിഹ്നം നഷ്ടപ്പെട്ട് അരുവാചുറ്റിക നക്ഷത്ര ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പട്ടിയും നീരാളി ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മാറുകയും മറുവശത്ത് BJP-ക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും ഇടമുണ്ടാക്കി കൊടുക്കാനും അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനുമുള്ള നടപടികളുമായിട്ടാണ് മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ ഭീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ ഭയന്ന്, BJP-യെ ഭയന്ന്, BJP-യെ പേടിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി നിരന്തരമായി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്രമണമാണ് അദ്ദേഹം നടത്തുന്നത്. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ ഈ ഫാസിസത്തിനെതിരായ വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യ ചേരിയുടെ മുഴുവൻ പ്രതീക്ഷയായിട്ടാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തി രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് BJP-യെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെ ശ്രമം വിലപ്പോയില്ല. നിങ്ങൾ പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരുടെ പക്ഷത്താണ്? ഞങ്ങൾ അന്ന് പറഞ്ഞതല്ല, ഞങ്ങൾ ഇരുവരുടെയും പക്ഷത്തല്ല. കാരണം ഇരുവരും സൗകര്യം വരുമ്പോൾ ഒന്നിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയും ഭരണകൂടവും പ്രതിരോധത്തിലാവുമ്പോൾ അപ്പോഴാണ് ഗവർണർ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി വരാറുള്ളത് വിവാദം. അപ്പൊ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള വിവാദം, സർക്കാരും ഗവർണറും തമ്മിലുള്ള വിവാദം തെരുവിലെത്തും. അത് കഴിഞ്ഞ് പിന്നെ സമാധാന കാലമാണ്. സമാധാന കാലമാകുമ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് രാജ്ഭവനിലേക്കും രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കും മധുര പലഹാരങ്ങളും സമ്മാന പൊതികളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. ഇപ്പൊ ആ സമാധാന കാലമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി പിടിച്ചു വെച്ചിരുന്ന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങളതിനെ ശക്തിയായി എതിർത്തതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് മണികുമാറിനെ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മണികുമാറിനെ നിയമിക്കുന്നത് ഞാൻ ആ സമിതിയിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു, ശക്തമായ എതിർപ്പ്. അതിനുശേഷം എന്തുകൊണ്ടാണ് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കാരണമെന്ന് വളരെ വിശദമായി ഗവർണറെ അറിയിച്ചത്. അത് ഇതുവരെ തീരുമാനമെടുക്കാനിട്ട് ഇത്രയും കാലം മാറ്റിവെച്ചിട്ട് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നത് സർക്കാരും ഗവർണറും തമ്മിൽ വീണ്ടും ധാരണയിൽ എത്തിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. തെറ്റായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പും ഗവർണറും സർക്കാരും തമ്മിൽ, മുഖ്യമന്ത്രിയും തമ്മിൽ ഒന്നിച്ചപ്പോഴെല്ലാം ഇതുപോലെ നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളാണ് പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ, എത്ര നിയമനങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പൊ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളെല്ലാം ഇറഗുലർ അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. ആ അപ്പോയിന്റ്മെന്റ്സ് ഇവർ നടത്തിയത് നിയമവിരുദ്ധമാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന മുഴുവൻ കാര്യങ്ങൾ നിയമവിരുദ്ധമാണ്. SDPI പിന്തുണ പ്രഖ്യാപിച്ച ഏപ്രിൽ 1 ന്
എറണാകുളത്ത് പ്രസ് ക്ലബിൽ വെച്ച് മാധ്യമ പ്രവർത്തകർ എന്നോട് ഇത് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞ മറുപടി, ഞങ്ങൾ ആലോചിക്കും. ഞങ്ങൾ UDF-ലും പാർട്ടിയിലും ആലോചിച്ച ശേഷം മാത്രമേ ഇത് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുള്ളൂ. ഒന്നാം തീയതി ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് UDF-ന്റെ നേതാക്കൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചർച്ച ചെയ്യാനൊരു അവസരം കിട്ടിയത്. ഇന്നലെ വയനാട്ടിൽ വെച്ച് കൽപ്പറ്റയിൽ വെച്ച് ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെടുത്ത കൂട്ടായ തീരുമാനമാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. അതിനിടയ്ക്ക് ഞാനായാലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായാലും ഇതേക്കുറിച്ച് ഇന്നുവരെ മുഖ്യമന്ത്രിയുടെയും CPM സെക്രട്ടറിയുടെയും ഇടത് മുന്നണി നേതാക്കളുടെയും ഒക്കെ പ്രസ്താവന ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങളിതെല്ലാം സ്വീകരിച്ചു എന്നുള്ളതായിരിക്കാണ്. പ്രത്യേകിച്ച് ദേശാഭിമാനിയൊക്കെ നടത്തുന്ന പ്രചരണം ഞങ്ങൾ അവരുടെ പിന്തുണ ഈ മുഖ്യമന്ത്രിയോ ഗോവിന്ദൻ മാഷോ പറയുമ്പോഴാണോ അതിന് മറുപടി പറയേണ്ടത്? ഞങ്ങൾ ആലോചിച്ച് പറയാം എന്ന് മറുപടി പറഞ്ഞു. ആദ്യത്തെ അവസരം ഇന്നലെയായിരുന്നു, ആലോചിച്ചില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാൻ മറുപടി പറഞ്ഞിട്ടുള്ള ചോദ്യം, ഇന്നലെ പതാക ഉപയോഗിക്കാത്തതിനെ കുറിച്ച് അവർ പതാക ഉപയോഗിച്ചില്ല. പതാക ഒരു കഴിഞ്ഞ തവണ BJP ചർച്ചാ വിഷയമാക്കിയെങ്കിൽ ഇത് ഇന്നലെ മുഖ്യമന്ത്രിയാണ് ചർച്ചാ വിഷയമായി. അതിനുള്ളത് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പൗരത്വ നിയമത്തിനെതിരായി അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ ആ നിയമം കൊണ്ടുവന്ന മോഡി ഗവൺമെന്റിനെതിരായിട്ടല്ല. അദ്ദേഹത്തിന്റെ ഫോക്കസ് മുഴുവനും കോൺഗ്രസിന് ചാറ്റാട്ടമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞു. ഈ ജോഡോ യാത്രയ്ക്കിടയിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിന്റെ വീഡിയോയിലെ അത് അയച്ചു കൊടുത്തു. എന്നിട്ടും ആവർത്തിച്ചിട്ടുള്ള പറയാണ്. സത്യത്തില് നമ്മുടെ ഈ നുണ പറയുന്ന ആളിനെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്നത് ഗീബൽസിനോടാണെങ്കിൽ ഇപ്പോ പൗരത്വ നിയമവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പിണറായി വിജയൻ ഒരു കേരള ഗീബൽസായി മാറിക്കഴിഞ്ഞു. ആവർത്തിച്ച് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നലെ അദ്ദേഹം ചോദിച്ചു, ഈ പൗരത്വ നിയമത്തെ കുറിച്ച് കൽപ്പറ്റയിൽ വന്ന് സംസാരിച്ചിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം ഒരു വാക്ക് ഞങ്ങളെല്ലാവരോടും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ രക്ഷിക്കാനാണ്, ജനാധിപത്യത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം വോട്ട് ചോദിച്ചാൽ അത് അദ്ദേഹത്തിനല്ല വോട്ട് ചോദിച്ചു. ഓരോ സ്ഥാനാർത്ഥികളും ഉള്ള ക്രിമിനൽ കേസുകളെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാ പത്രങ്ങളിലും പാർട്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിലും മലയാള പത്രങ്ങളിലും ഒക്കെ വായിച്ചു കണ്ടിട്ടുണ്ടാവും. രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 ക്രിമിനൽ കേസുകളാണ് 8 സംസ്ഥാനങ്ങളിലെതിരായി ചാർജ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 11 പ്രസംഗങ്ങളുടെ പരാമർശനം ഏറ്റെടുത്തിട്ടുള്ള അപകീർത്തി കേസുകളാണ്. കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ആസാം, ഡൽഹി, ഗുജറാത്ത്, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. BJPക്കും സംഘപരിവാർക്കും അവരുടെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കുമെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളാണ് ഈ കേസുകൾ എടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ എന്താ? ഒന്ന് പൗരത്വ നിയമം, കർഷക സമരം, മണിപ്പൂരിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന വേട്ട തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്. ഈ പിണറായി വിജയൻ വലിയ ഘോരഘോരം പൗരത്വ നിയമത്തിന് ഞങ്ങൾ ഇവിടെ നിയമം കൊണ്ടുവന്നു, ഞങ്ങളാണ് പാർലമെന്റിൽ എതിർത്തത്, പോരാടിയതെന്ന് പറയില്ലേ? പൗരത്വ നിയമത്തിനെതിരായുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലോ അദ്ദേഹം നടത്തിയ ഈ പരാമർശങ്ങളിലോ അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ കേരളത്തെ പോലീസുമല്ല ഏതെങ്കിലും ഒരു കേസെടുക്കണം എന്ന് BJPക്കാരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അദ്ദേഹം ചെയ്തതെന്താ? പൗരത്വ നിയമം കൊണ്ടുവന്ന് ഭേദഗതി പാസാക്കിയ മോദിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടത്തി. മോദിയുടെ കൊല കത്തിച്ചു, അമിത്ഷായുടെ കൊല കത്തിച്ചു. ആ പ്രതിഷേധിച്ചവരുടെ മുഴുവൻ പേരിൽ 628 കേസെടുത്തു. 830 പ്രതിപക്ഷ നേതാവും UDF ശക്തമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് പോകുമ്പോൾ അവിടുത്തെ പത്രത്തിൽ 158 കേസ് കോഴിക്കോട്, ഗുരുതരമായ കേസുകൾ ഉൾപ്പെടെ അതൊന്നും പിൻവലിച്ചിട്ടില്ല. എത്ര പേരുടെ പിഴ ഈടാക്കി കേസ് അതാണ് തീർന്നു എന്ന് പറയുന്ന കേസ്. അപ്പൊ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചവരുടെ പേരിൽ കേസെടുത്ത പിണറായി വിജയനാണ്. പൗരത്വ നിയമത്തിലടക്കം പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പേരിൽ 18 കേസെടുത്തതിനെ പൗരത്വ നിയമത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി എവിടെയെങ്കിലും
ഇതാണ് ഞാൻ കേരള ഗീവൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം അതുപോലെ AICC-ക്കാർ പറഞ്ഞു, ഈ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് അംഗങ്ങൾ സോണിയാഗാന്ധിയുടെ വീട്ടിൽ അത്താഴം ഇരുന്ന് കഴിക്കുക. ഇതുപോലെ നുണ പറയാൻ ഒരു മുഖ്യമന്ത്രിക്ക് പിണറായി വിജയനല്ലാതെ ആർക്കെങ്കിലും കഴിയും? ആദ്യം ഇതിനോട് ഈ ബില്ല് വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞതാണ്, ആദ്യം ഒബ്ജക്ഷൻ റൈസ് ചെയ്തതാരാ? അവതരണാനുമതി കൊടുക്കരുത് ശശി തരൂർ. അദ്ദേഹം പറയുന്നത് 1 മാർച്ചിന്റെ MP മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അതൊക്കെ എന്റെ കയ്യിൽ അതിന്റെ രേഖകളൊക്കെ ഉണ്ട്, അത് പിന്നെ അവസരത്തിൽ പറയാം. ഇന്നലെയും ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് പൗരത്വ നിയമത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി UDF അതിനെതിരാണെന്ന് വരുത്തി തീർക്കാനുള്ള മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രസംഗങ്ങളും പ്രചരണങ്ങളും ഇപ്പോൾ ഏതാണ്ട് ഈ ചീറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അദ്ദേഹം ഈ നുണപ്രചരണം നടത്തണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, അങ്ങനെ ഒരു ഡീൽ ഉണ്ടെങ്കിൽ അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ആ പിന്തുണ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ചു പറയും എന്ന് ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. ആ ഇത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല. SDPIയുടെ പിന്തുണ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് അതിനോടുള്ള സമീപനം എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ ഡീലുണ്ടാക്കാൻ പോയേ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയോ? അതെന്താണ്? അപ്പൊ മുഖ്യമന്ത്രിയുടെ വാദത്തിൽ ഒരു അർത്ഥമില്ലെന്നല്ലേ? ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ സെറ്റിൽ ചെയ്തിട്ടാണ് അവര് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കണമെങ്കിൽ അപ്പൊ തന്നെ സന്തോഷം, നന്ദിയുണ്ടെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. ഭൂരിപക്ഷ വർഗീയതയുടെ കാര്യത്തില് ഒരേ നിലപാടാണ് കോൺഗ്രസിനെങ്കിൽ ആ പിന്തുണ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ട എന്ന് പറയാമായിരുന്നു. അല്ല, UDF-നാണ് പിന്തുണ തന്നിരിക്കുന്നത്. അപ്പൊ UDF-ലെ എല്ലാ ഒരു കക്ഷികൾ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF എന്ന് പറഞ്ഞ കോൺഗ്രസ് മാത്രമല്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ആ പിന്തുണയെ കുറിച്ച് നമുക്ക് എന്ത് പറയണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ വിത്തിൻ 1 hour KPCC പ്രസിഡന്റിന്റെ റിയാക്ഷൻ ഞങ്ങൾ ആലോചിച്ചു പറയുന്നതാണ് 1-ാം തീയതി. ഇന്നലെ ഞങ്ങൾ എല്ലാവരും കണ്ടു. 3-ാം തീയതി, ഇന്ന് 4-ാം തീയതി ഇന്ന് KPCC ഓഫീസിൽ വെച്ച് ഞങ്ങൾ മറുപടി പറയാണ്. ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. ഇലക്ഷനിൽ ഞങ്ങളെല്ലാം പല സ്ഥലത്തല്ലേ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. വർഗീയ സംഘടനയായ SDPIയുടെ വോട്ട് വേണ്ട. ഇനി ഞാൻ ചെയ്യില്ലേ? അല്ല, പറഞ്ഞത് വളരെ വ്യക്തമാണ്, വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്, ഒരു സംശയത്തിലും ഇടവരാത്ത രീതിയിൽ അടിവരയിട്ട വളരെ. പിന്നെ നിങ്ങൾക്ക് വേറെ തലക്കെട്ടിന് വേണ്ടിയിട്ട് ഓരോ വാദം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾക്ക് പിന്തുണ വേണ്ട എന്ന് പറയുന്നില്ല. ആ ഒരു സന്ദർഭത്തിലാണെങ്കിൽ തീരുമാനത്തിൽ പറയുന്നത് അല്ല അങ്ങനെ ഒന്നുമില്ല. കൃത്യമായിട്ടാണ് പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിക്കാൻ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അല്ല, അങ്ങ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾക്ക് ഒരുപോലെ എതിർക്കുകയാണ്. പക്ഷേ എല്ലാവരുടെ വോട്ടും UDF-ന് വേണം അങ്ങനെയാണ് അങ്ങ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്താണ്, ഇനി ഞാൻ മറുപടി പറയുന്നില്ല. താങ്കൾ ഞാൻ പറയാതെ എന്താക്കുന്നു 2 പ്രാവശ്യം, ഇപ്പോ 2ാമത് ചോദ്യം ചോദിച്ചപ്പോൾ 3 പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. വെറുതെ നിങ്ങൾ ഇത് പാർട്ടി നിലപാട് വിശദീകരിച്ചു. പക്ഷെ സ്ഥാനാർത്ഥികൾ പലരും വോട്ട് കിട്ടുന്നതിനെ അംഗീകരിക്കുന്ന നിലപാടാണ്. ഇതുപോലെ K. മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്, വോട്ടർ പട്ടികയിലുള്ള എല്ലാവരും വോട്ട് ചെയ്യണം. K. സുധാകരൻ വളരെ ഷാർപ്പായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത് രണ്ടും മാത്രമേ കേട്ടുള്ള നിങ്ങൾ. അല്ല, ഞാൻ ആൻസർ ചെയ്തോണ്ടിരിക്കാം. പ്ലീസ് let me complete my answer. അല്ല, ഞാൻ താങ്കളെ ചോദിച്ചേ, കാരണം ഈ 2 പേരുടെ മാത്രമേ കേട്ടില്ല. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റ് ഇത് തന്നെയാണ് മറുപടി പറഞ്ഞത്. മലപ്പുറത്തെ LDF കാൻഡിഡേറ്റിനോട് ചോദിച്ചു SDPI പിന്തുണ സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് എല്ലാവരുടെയും വോട്ട് വേണം, സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെയും വോട്ട് വേണം. ആര് വ്യക്തിപരമായിട്ടല്ലേ വോട്ട് ചെയ്യുന്നത്, അവരുടെ എല്ലാവരുടെയും വോട്ട് വേണം. പക്ഷേ ഒരു സംഘടന പിന്തുണ നൽകിയപ്പോൾ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കില്ല. KPCC K. സുധാകരൻ നില പറഞ്ഞത് കോൺഗ്രസിന് SDPIയുടെ പിന്തുണ കോൺഗ്രസിനുള്ള അംഗീകാരമായിട്ടാണ് കാണുന്നത്. അങ്ങനെ അല്ല, അത് ഞാനും പറഞ്ഞ വാദ്യമാണ്. കാരണം അവര് പറയാത്ത വാദ്യം എന്താ? കോൺഗ്രസ് ഭയങ്കരമായ മതേതര പാർട്ടിയാണ്, ഫാസിസത്തിനെ എതിർത്ത് തോൽപ്പിക്കാൻ, സംഘപരിവാറിനെ താഴെയിറക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മതേതര പാർട്ടിയേ അല്ല.
കോൺഗ്രസിന് ഫാസിസത്തെ ഇറക്കാൻ പറ്റില്ല എന്ന് ഞങ്ങൾ മറുപടി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇന്ത്യയിലെ എല്ലാവരും ആ ഒരു അഭിപ്രായത്തിലേക്ക് വരികയാണ്. അതിനെന്താ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പിന്തുണ. അല്ല, അപ്പൊ അതൊരു അംഗീകാരമായി തന്നെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. രാഹുൽ ഗാന്ധി പര്യടനത്തിന് ആ റാലിയിൽ എന്തുകൊണ്ടാണ് പതാകകളെല്ലാം അല്ല, ഞങ്ങളുടെ പ്രചരണ രീതി തീരുമാനിക്കുന്നത് ഞങ്ങൾ ഓരോ തരത്തിലുള്ള പ്രചരണ രീതിയല്ലേ ഞാൻ ചോദിക്കട്ടെ, അത് തീരുമാനിക്കുന്നത് ഞാൻ ചോദിച്ച മാതിരി AKG സെന്ററിലാണോ തീരുമാനിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ റൂട്ട് ഷോ എങ്ങനെ നടത്താം എന്ന് അവിടെ തീരുമാനിച്ചിട്ട് ഞങ്ങളോട് KPCC-യിലേക്ക് ശ്രീ MM ഹസനെ വിളിച്ച് MV ഗോവിന്ദനും പിണറായി വിജയനും പറഞ്ഞനുസരിച്ചിട്ടാണോ? അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഞാൻ പിണറായി വിജയൻ LDF-ന്റെ കാര്യം നോക്കിയാണ്, LDF-ന്റെ കാര്യം, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഈ കൊടികൾ, കഴിഞ്ഞ തവണ നമ്മൾ ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ വലിയ രീതിയിലുള്ള കൊടികൾ ഉണ്ടായിരുന്നു, ഇത്തവണ ഒഴിവാക്കാൻ സാധ്യത അല്ലെന്നേ. ഇതൊക്കെ ഓരോ രീതിയിലുള്ള പ്രചരണമല്ലേ. ഞാൻ തിരുവനന്തപുരത്ത് 10 വിഷ്വല് നിങ്ങൾ എടുത്ത് നോക്കിയോ, 10 പരിപാടി നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ കൊടിയില്ലാത്ത പരിപാടി നടത്തിയിട്ടുണ്ട്, കൊടിയോടുകൂടി പരിപാടി നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിങ്ങളൊരു 10 വിഷ്വല് നിങ്ങളുടെ ലൈബ്രറിയിൽ നോക്കണം. ഈ വയനാട്ടിലെ ഇനി അങ്ങോട്ടുള്ള പ്രചരണത്തിൽ കൊടി ഉണ്ടാവും. ഞാൻ ദേശാഭിമാനിയുടെ റിപ്പോർട്ടറും ദേശാഭിമാനി കൈതറി ഒന്ന് തീരുമാനിക്കണ്ട. അത് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും, ഞങ്ങളുടെ മുന്നണി തീരുമാനിക്കും. ഇത് ആ ചോദ്യം അപ്രസക്തമായ ചോദ്യം. അല്ല, ഞാൻ തിരിച്ച് നിങ്ങൾ പോയിട്ട് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോ അന്ന് ഇവിടെ പോവാൻ നേരത്ത് എന്തൊക്കെ ഉണ്ടാവും, എത്ര വണ്ടി ഉണ്ടാവും, എങ്ങനെയാണ് പരിപാടി നടത്തുന്നത്, ആ സ്റ്റേജിന്റെ വീതി നീളം എന്തായിരിക്കും നിങ്ങൾ ചോദിക്കാം. അപ്പൊ അതുപോലത്തെ ചോദ്യം നിങ്ങൾ വേണ്ട. ദേശാഭിമാനിയുടെ ചോദ്യം തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് ചോദ്യം. ദേശാഭിമാനി ചോദ്യം അങ്ങനത്തെ ചോദ്യം. ഈ വോട്ടെടുപ്പിന് ഏതാണ്ട് 1 മാസം മുമ്പാണ് SDP-യുടെ പിന്തുണ വരുന്നത്. പരസ്യമായിട്ട് അവർ പറയും, നിങ്ങളോട് ആലോചിക്കുന്നില്ല, പരസ്യമായിട്ട് പറയുന്നു. നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് 2 ദിവസങ്ങൾ ഉണ്ടാക്കി. അപ്പൊ ഇത് SDP ഇങ്ങനെ പ്രഖ്യാപിച്ചത് വളരെ നിഷ്കളങ്കമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടെന്നോ കരുതുന്നു? അല്ല, ഞങ്ങൾ അതൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ മുന്നണിക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കക്ഷി പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോ ഞങ്ങളുമായിട്ട് ആലോചിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞു, അവരും പറഞ്ഞല്ലോ അവരുടെ പത്രസമ്മേളനത്തിലുണ്ട്, ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൂടി ആലോചിച്ചു, ഞങ്ങളൊരു തീരുമാനം. ഇതേ തീരുമാനം ഞാൻ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ പറഞ്ഞാണ്. ഇതേ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞാണ്. അത് ഞങ്ങളന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത്, എല്ലാവരുടെയും ആലോചിക്കണം. ഇങ്ങനൊരു പിന്തുണ ഒരു സംഘടന നൽകുമ്പോൾ ഞങ്ങൾക്ക് UDF-ൽ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ആലോചിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനം ഞങ്ങൾ പറഞ്ഞത്. ഇനി എന്തിനാ ആവശ്യത്തിലേക്ക് കൊടുത്തത്? വേറെ ഇത് അത്ര നിഷ്കളങ്കമല്ലല്ലോ. കാരണം അതായത് ഇത്രയും ഒരു SDP പോലൊരു സംഘടന ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ഈ ആലോചിക്കേണ്ട സമയമുണ്ട്. ഉടനടി അങ്ങേപോലെ മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവ് പദവി ചുമതല ഏറ്റെടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു സമുദായ സംഘടനയുടെയും വർഗീയ സംഘടനയും തിണ്ണാതിരങ്കിലാണ്. ഇത്രയും ആലോചന കാര്യമെന്ന് അത് ആശങ്ക ഉണ്ടാക്കുന്നത്. കൃത്യമായ മറുപടി പറഞ്ഞു. പിന്നെ കൈരളിക്ക് വേണ്ടിയുള്ള വേറെ, കലക്കെട്ടിന് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി, ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടുള്ള വേറെ മറുപടി ഒന്നുമില്ല. ആദ്യം പറഞ്ഞ 4 വാചകങ്ങൾ 2 പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞത് നിങ്ങൾ ഇട്ട് പോയിക്കോ. ഒരു അവ്യക്തതയും ഇല്ലാത്ത രീതിയിൽ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി ഇപ്പൊ ചോദിച്ചോണ്ടാണ് ഇന്നലെ ഞങ്ങളെല്ലാം ആത്മഹത്യയുണ്ടായിരുന്നു. 11:30 മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ കൊടുത്തത്. 10 മണിക്ക് ആന്ധ്രയുടെ നോമിനേഷൻ കൊടുക്കാൻ പ്രവർത്തകര് കൂട്ടമായിട്ട് വരുന്നത് ഞങ്ങൾ കണ്ടു. ആരുടെയും കയ്യിൽ CPI-യുടെ കൊടിയല്ലാതെ CPM-ന്റെ കൊടി ഉണ്ടായിരുന്നില്ല. CPI കൊടികൾ മാത്രമായിട്ടാണ് പ്രവർത്തകരാണ് വന്നത്. പിന്നെ ഇദ്ദേഹം ചോദിച്ചതുപോലെ ഇന്ന് UDF-ന് കൊടിയില്ല, അറിയാമല്ലോ. ഓരോ പാർട്ടിക്കും ഓരോ ചിഹ്നം. LDF-നും ഇല്ല. UDF-ന്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ കൊടി മാത്രം LDF-നെ പിടിച്ചാണ് ആര്യനാഥ് വന്നത്. എപ്പോ കൊടി ഉപയോഗിക്കണം, എപ്പോ കൊടി ഉപയോഗിക്കണ്ട എന്നുള്ളത് നിങ്ങളെന്നെ തീരുമാനിക്കേണ്ടത്. ഞാൻ ഒരു ചോദ്യമില്ല. ഇതിന് പ്രചരണം എങ്ങനെ വേണം എന്നുള്ളതിന് ഇല്ലല്ല, നിങ്ങൾ 2 പേരും ചോദിക്കുന്നത് ഒന്നായതുകൊണ്ട്